സമരക്കാർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് മന്ത്രി എം.പി. രാജേഷ് മറുപടിയിൽ പറഞ്ഞു. സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ എംപിമാർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ് സാർ. അതുകൊണ്ട് ഇപ്പോഴും നിഷേധാത്മകമായ അതേ പറഞ്ഞിട്ടുള്ളൂ. യെസ് അങ്ങ് പറഞ്ഞോ. ഒന്ന് പ്ലീസ് യെസ് അവിടെ പോയിരിക്കുക. അവിടെ മിനിസ്റ്റർ പ്ലീസ് പ്രതിപക്ഷം ഒന്ന് പറ അവരോട്. അങ്ങ് പറ അവരോട്. മൈക്ക് തരാം അങ്ങ് പറ അവരോട്. ഞങ്ങൾക്ക് ഞാൻ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി 2 മിനിറ്റ് ഇത് മെൻഷൻ ചെയ്ത് പോവാൻ പോലും ഈ സഭയിൽ അവസരമില്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുന്നത്? ഇത് 99 പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ? ഒരു കാര്യമല്ലേ പറയുന്നത്? 15 മിനിറ്റ് മന്ത്രി വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു. ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല. ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ 7000 കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി 6000 എന്നാണ്. ഇതെന്താണ് സർ കാണിക്കുന്നത്? സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക. ഇവിടെ നിന്നൊരു വിവരം ശേഖരിച്ചിട്ടില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത്? വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ആശാപ്രവർത്തകരുടെ സമരം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അതുപോലെ തന്നെ ആശാപ്രവർത്തകർ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. നിരാഹാര സമരം ഇന്ന് 2ാം ദിവസത്തിലേക്ക്, അതുപോലെ രാപ്പകൽ സമരം 40ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആശാപ്രവർത്തകരുടെ സമരം വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സബ്മിഷനായി ഈ വിഷയം നിയമസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമരം വലിയ ശക്തി പ്രാപിച്ചിരുന്നു. ഒപ്പം പ്രതിപക്ഷാംഗങ്ങൾ സമരം നടത്തുന്ന ആശമാരുടെ അടുത്തേക്ക് മാർച്ച് വരെ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഇതിനകത്ത് രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം, അടിയന്തര ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതായിരുന്നു. സബ്മിഷന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹം സഭയിൽ ഇല്ലായിരുന്നു. പകരം മന്ത്രി എം.പി. രാജേഷാണ് മറുപടി നൽകിയത്. ഇതിനകത്ത് സമരക്കാർ അല്ലെങ്കിൽ ആശാവർക്കർമാർ അവരുടെ പിടിവാശി ഒഴിവാക്കണം, എന്നിരുന്നാൽ മാത്രമേ ഈ സമരത്തിലെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രത്തിനോടുള്ള അനുകൂല നിലപാടാണ് പലപ്പോഴും ഈ ആശാവർക്കർമാരുടെ സമരം സ്വീകരിക്കുന്നത്. കാരണം ഇതിന്റെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിനു പകരം സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണ സമരത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം.പി. രാജേഷ് മറുപടി തുടങ്ങിയത്. മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷങ്ങളിലുമായി വർദ്ധിപ്പിച്ച ഇൻസെന്റീവുകളുടെ കണക്കും വേതന വർദ്ധനവിന്റെ കണക്കുകളും എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു എം.പി. രാജേഷ് മന്ത്രിയുടെ മറുപടി നൽകിയതും. ഇത്തരത്തിൽ മറുപടി അംഗീകരിക്കാനാകില്ല എന്ന പ്രതിപക്ഷം വീണ്ടും ഉറച്ചു നിന്നു. സഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിന് രാഷ്ട്രീയ മുഖം നൽകാതെയും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണ നോക്കാതെയും ഒക്കെയായിരിക്കും ഒരു സമരം ഒത്തീർപ്പാക്കേണ്ടത്. എന്തായാലും അടിയന്തര സാഹചര്യം കേന്ദ്ര സമ്മർദ്ദം ചെലുത്തി ഈ സമരത്തിന് ഒരു പരിഹാരം കാണണം എന്ന ആവശ്യം വീണ്ടും പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടയിൽ ഭരണപ്രതിപക്ഷ വീണ്ടും ബഹളത്തോടെ സ്പീക്കർ ഇടപെടുകയും സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക്
ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും നൽകാതെ സബ്മിഷൻ അവസാനിപ്പിക്കുകയായിരുന്നു. ശരി, ഡി ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇടവേള. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കറണ്ട് ബില്ലാകും സീറോ, കാരണം ഇനി എല്ലാ വീട്ടിലും സോളാർ. സബ്സിഡിയോട് കൂടി സോളാർ സ്ഥാപിക്കൂ കേരളത്തിലെ വിശ്വസ്തമായ എനർജി പാർട്ണർ ജബ്സിൽ നിന്നും. ജബ്സ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ണർ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു എസിയുടെ വിലയ്ക്ക് 2 എസികൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. My G Future, experience the next. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ. നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്നു. കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്താണ് കവർച്ച നടന്നത്. ആനക്കുഴിക്കര സ്വദേശിയുടെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ആനക്കുഴിക്കര സ്വദേശി PM റഹീസ്